ഹായ് നമസ്കാരം. വളരെ പുരാതനമായിട്ടുള്ളൊരു ക്ഷേത്രക്കുളമാണെന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. പയ്യന്നൂരിനടുത്തുള്ള കൊക്കാനിശ്ശേരി മാടത്തുംപടി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൻ്റെ ക്ഷേത്രക്കുളമാണ് പരിചയപ്പെടുത്തുന്നത്. ഈ കാണിക്കും നമ്മൾ. ഇപ്പം ഇവിടെ വന്നപ്പോൾ കാണാൻ പറ്റിയത് വളരെ പഴക്കമുള്ള വലിയൊരു ക്ഷേത്രക്കുളം തന്നെയാണ്. നമുക്ക് ഏകദേശം ഒരു 10-12 സ്റ്റെപ്പുകളായിട്ട് കെട്ടിത്തിരിച്ചിട്ട് അതിന് ചുറ്റോട് ചുറ്റും സെപ്പറേറ്റ് സ്റ്റെപ്പുകളൊക്കെ ഇട്ട് കൊടുത്തിട്ട് വളരെ മനോഹരമാക്കിയിട്ട് കെട്ടി തീർത്തൊരു ക്ഷേത്രക്കുളമാണ്. ക്ഷേത്രത്തിൻ്റെ ഈ കുളത്തിൽ ക്ഷേത്രത്തിനടുത്ത് തന്നെയാണ് ക്ഷേത്രക്കുളം വരുന്നത്. ഈ ക്ഷേത്രക്കുളത്തിൻ്റെ പടവുകൾ ഇപ്പോൾ നമുക്ക് സെപ്പറേറ്റ് ഭംഗിക്ക് ഒരു പ്രത്യേകം എടുത്ത് പറയേണ്ടതാണ്. ഇത്തരത്തിൽ പടവുകൾ കൊടുക്കുന്നത് ഒരു കുളത്തിൻ്റെ ഭംഗി വളരെ മനോഹരമാക്കി തീർക്കുന്നുണ്ട്. കൂടാണ്ട് ചെറിയ ഇതിൽ അനുബന്ധിച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയ കൊത്തുപണികളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. ഈ ക്ഷേത്രക്കുളത്തിൻ്റെ പഴക്കം പറഞ്ഞിരിക്കുന്നത് ഏകദേശം 400 to 500 വർഷത്തിൻ്റെ അടുത്ത് പഴക്കമുണ്ടെന്നാണ് പറഞ്ഞത്. അന്ന് തന്നെ നിർമ്മിച്ച ആ ഒരു നിർമ്മിതികളൊക്കെ തന്നെ ഇവിടെ ഉണ്ട്. പിന്നെ ക്ഷേത്രത്തിൻ്റെയും കുളത്തിൻ്റെയൊക്കെ നവീകരണാർത്ഥം ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന കാണുന്നത് ഏകദേശം ഒരു 2 അടി നീളം 1.5 അടി വീതിയും ഒരു 8 ഇഞ്ച് കനമുള്ള കല്ലുകൾ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു നിർമ്മാണം ചെയ്തിരിക്കുന്നത്. അന്നത്തെ കാലത്ത് തന്നെ ഇത്തരത്തിലുള്ള വലിയ കല്ലുകൾ കട്ട് ചെയ്തിട്ട് ഈ ഒരു കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് ഇവർ പാകപ്പെടുത്തി എടുത്ത് കൊണ്ടുവന്നിട്ടാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. പുരാതനമായിട്ടുള്ള നിർമ്മിതികളൊക്കെ നമുക്കറിയാം. എവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലൊക്കെ നമ്മളെ പൂർവികർ ഒരുപാട് വ്യത്യസ്തത ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് ഈ ഒരു രീതിയിൽ കല്ല് കട്ട് ചെയ്തെടുക്കാൻ ആളുകൾ മടിക്കുന്നുണ്ട്. കാരണം ഹാൻഡിൽ ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, ലോഡിങ് അൺലോഡിങ് എല്ലാം പറഞ്ഞിട്ട്. പക്ഷേ ഈ ഒരു ക്ഷേത്രക്കുളത്തിൻ്റെ കല്ല് നിർമ്മാണത്തിന് അനുവദിച്ച് വലിയ തരം ഈ സ്റ്റെപ്പുകളിലെല്ലാം ഉപയോഗിച്ചിരിക്കുന്ന വലിയ തരം കല്ലുകളാണ്. പിന്നെ ആ ഒരു കാലപ്പഴക്കത്തിനനുസരിച്ചുള്ള ചെറിയൊരു തേയ്മാനം ഇതിൻ്റെ വെള്ളം കൂടുതലായിട്ട് നിൽക്കുന്ന ഭാഗത്തുള്ള സ്റ്റെപ്പുകളിലൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. എന്ന് ചോദിച്ചിട്ട് വലിയൊരു തേയ്മാനമൊന്നും വന്നിട്ടില്ല, വരികയുമില്ല. അത്രയ്ക്കും നല്ല ക്വാളിറ്റി കൂടിയിട്ടുള്ള കല്ലുകളാണ് ഇതിനെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിൻ്റെ മുകൾ സൈഡിലേക്കൊക്കെ കാണുമ്പം തോന്നുന്നത് ഏകദേശം ഈ അടുത്ത കാലത്തുള്ള നിർമ്മിതികളൊക്കെ കുറേ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. എന്നാലും കുളത്തിൻ്റെ താഴത്തേക്ക് വരുമ്പം ഇതെല്ലാം കുറച്ച് പഴക്കം തന്നെ വരുന്നുണ്ട്. ക്ഷേത്രത്തിൽ ഇപ്പം ക്ഷേത്രത്തിൻ്റെ ഒരു നവീകരണാർത്ഥ ഉത്സവങ്ങളൊക്കെ അനുബന്ധിച്ച് ഓരോ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളുടെ നാട്ടിൽ കാത്ത് സംരക്ഷിക്കേണ്ട പ്രധാനപ്പെട്ട ഒന്നാണ് കുളങ്ങൾ, അതേപോലെ തന്നെ കാവുകളെല്ലാം. കാവുകളും കുളങ്ങളും ഒക്കെ പ്രകൃതിക്ക് കൊടുക്കുന്ന അവരുടെ ആ ഒരു കൈത്താങ്ങ് വലുത് തന്നെയാണ്. ഇന്നത്തെ കാലത്ത് ഒരുപാട് കുളങ്ങൾ മണ്ണിട്ട് നിരത്തി പോകുന്നുണ്ട്. ഇന്നിപ്പം കുളങ്ങളെല്ലാം സംരക്ഷിക്കപ്പെടുന്നത് ഒന്നെങ്കിൽ വ്യക്തികൾ, അത്രയ്ക്ക് താല്പര്യമെടുത്ത് വ്യക്തികൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതുപോലുള്ള ക്ഷേത്രക്കുളങ്ങൾ, ക്ഷേത്രമായിട്ട് കാവുകളുമായിട്ട് അനുബന്ധപ്പെട്ടുള്ള ഒരുപാട് കുളങ്ങളാണെന്ന് സംരക്ഷിക്കപ്പെടുന്നത്. ഇന്നും ഒരുപാട് നശിച്ചുകൊണ്ടിരിക്കുന്ന, നാശത്തിൻ്റെ വക്കിൽ നിൽക്കുന്ന ഒരുപാട് ക്ഷേത്രക്കുളങ്ങളും മറ്റുള്ള കുളങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം തന്നെ സംരക്ഷിക്കപ്പെടേണ്ട ഒന്നാണ്.